ഹായ് എല്ലാവർക്കും നമസ്കാരം. മണി 10 കഴിഞ്ഞതോടെ തണുത്ത സൂര്യൻ തെളിയാൻ തുടങ്ങി. ആഡ്രിയാറ്റിക് കടലിലെ നീലജലത്തിലൂടെ ഞങ്ങളുടെ ബോട്ട് കുതിച്ചുപാഞ്ഞു. അഭൗമ സൗന്ദര്യം വിതറി നീലാകാശവും നീലക്കടലും. മണി 11 നീന്താൻ താൽപ്പര്യമുള്ളവർക്ക് നീന്താമെന്ന് ബോട്ടിലെ ക്രൂ പറഞ്ഞു. ബോട്ട് നിർത്തി. 17 ഡിഗ്രിയാണ് വെള്ളത്തിന്റെ താപനില. അതൊന്നും വകവയ്ക്കാതെ നേരത്തെ റെഡിയായിരുന്നവർ ആൺ പെൺ ഭേദമില്ലാതെ തവളയെപ്പോലെ നീലക്കടലിലേക്ക് എടുത്തു ചാടി. അവരൊക്കെ കരുതിക്കൂട്ടിയാണ് വന്നിരിക്കുന്നത്. മേലാട മാറ്റി അവർ മുമ്പേ അണിഞ്ഞിരുന്ന 2 പീസിലും 1 പീസിലും നീന്തി തുടിച്ചു. അവരുടെ നീന്തലോത്സവം കണ്ടപ്പോൾ ക്യാമറയുമായി കടലിൽ ചാടിയാലോ എന്ന് ഒരു നിമിഷം ഞാനും ചിന്തിച്ചു. ബോട്ട് ജീവനക്കാർ 2-3 ചെറു ബോട്ടുകൾ വെള്ളത്തിലേക്ക് ഇട്ടുകൊടുത്തു. തണുപ്പിനെ പേടിച്ചും വെള്ളത്തെ ഭയന്നും ബോട്ടിലിരുന്നവർ അവരെ പ്രോത്സാഹിപ്പിച്ചു. 3/4 മണിക്കൂറാണ് നീന്താനായി അനുവദിച്ചത്. ചിലരൊക്കെ തണുത്തിട്ട് ചാടിയ വേഗത്തിൽ തന്നെ തിരിച്ച് ബോട്ടിലോട്ട് കയറി. ചിലർ പോത്തുപോലെ വെള്ളത്തിൽ തന്നെ കിടന്നു. സമയം തീർന്നതോടെ അവരെ ബോട്ട് ജീവനക്കാർ മാടി വിളിച്ച് ബോട്ടിൽ കയറ്റി. യൂറോപ്യൻസിന്റെ ഈ മനോഭാവം പ്രശംസനീയമാണ്. കടലിലും പൂളിലും സാരിയും ചുരിദാറുമിട്ട് കുളിക്കുന്നവരോട് ഇവർ പറയാതെ പറയുന്നത് ദേ ഇതൊക്കെ ഇത്രയേയുള്ളൂ എന്നാണ്. ഞരമ്പ് രോഗികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പൊട്ടിച്ചാകട്ടെ. കുലസ്ത്രീകൾക്കും സംസ്കാര സമ്പന്നർക്കും ഇതൊക്കെ അശ്ലീലമാകാം. പക്ഷേ യൂറോപ്പിന് ഇത് ശ്ലീലമാണ്, ശീലമാണ്. കാരണം വർഷത്തിൽ 3 മാസം മാത്രം ചൂട് കിട്ടുന്ന ഇവർക്ക് അവരുടെ ആരോഗ്യത്തിന് ഇങ്ങനെ ചെയ്തേ മതിയാകൂ. അല്ലെങ്കിലും ഈ ഭൂലോകത്ത് തുണി ഉടുക്കുന്ന ഒരേ ഒരു ജാതി മനുഷ്യജാതിയല്ലേ ഉള്ളൂ. എല്ലാവരും തിരികെ കയറിയെന്ന് ഉറപ്പായതോടെ ബോട്ട് അടുത്ത ദ്വീപിനെ ലക്ഷ്യമാക്കി നീങ്ങി. മാനത്ത് കത്തിജ്വലിക്കുന്ന മെയ് മാസത്തിലെ സൂര്യൻ പറ്റാവുന്നത്ര ചൂട് പകർന്നുകൊണ്ടേയിരുന്നു.